ചിറ്റണ്ട പുതിയ കാവ് ഭഗവതി എന്ന് പറഞ്ഞാൽ ഇതൊരു വനപ്രദേശമാണ്, ഇപ്പോഴും വനപ്രദേശമാണ്. ഈ നിഗൂഢമായ ഈ വനപ്രദേശത്ത് ഏതോ അനാദി കാലഘട്ടത്തിൽ ഏതൊക്കെയോ ആചാര്യന്മാരാലോ ദിവ്യന്മാരാലോ ആരാധിക്കപ്പെട്ട ഒരു ദേവചൈതന്യം ഇവിടെ കുടികൊള്ളുന്നു. ആ ദേവചൈതന്യത്തിൻ്റെ ഭാവങ്ങൾ പല പ്രകാരത്തിലും ഇവിടെയുള്ള വ്യക്തികളിൽ അനുഭവപ്പെടുകയും അതിനെക്കുറിച്ച് ഒരു ജ്യോതിശാസ്ത്ര വിചിന്തനം നടത്തുകയും ചെയ്ത സമയത്ത് ഇവിടെ വളരെ പ്രഗത്ഭമായ ചൈതന്യം ഉൾക്കൊള്ളുന്ന ഒരു ചൈതന്യം കുടികൊള്ളുന്ന ഒരു ഭൂമിയാണ് ഇതെന്ന് മനസ്സിലായി. അങ്ങനെയാണ് ആ ഭൂമിയിലെ ചൈതന്യം ഏതാ എന്ന അസ്ട്രോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തപ്പോൾ ആ ദേവത അത് പുതിയ ഭഗവതിയാണ് എന്ന് വന്നു. പുതിയ ഭഗവതി എന്ന് പറഞ്ഞാൽ നവീനാംഗന, നവീനമായ ദേവത. പുതിയ ഭഗവതി എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് അത് ഭദ്രകാളിയാണ്. ദേവതാവിധാനങ്ങളിൽ ബാക്കി ഇന്ദ്രാദി എല്ലാ ദേവതകളും ഉണ്ടായി. ദക്ഷജിത്തായിട്ട് ഭദ്രകാളി ആദ്യം അവതരിക്കുന്നത് ദക്ഷജിത്തായിട്ടാണ്. അപ്പോൾ ദക്ഷനെ കൊല്ലാൻ വേണ്ടിയിട്ട് ശിവൻ്റെ ജടയിൽ നിന്നും അവതരിച്ചതാണ് ഭദ്രകാളി. ആ ഭഗവതിയെ പുതിയ ഭഗവതി എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഈ സ്ഥലത്ത് ഭദ്രകാളി ആയതുകൊണ്ട് പുതിയ കാവ് എന്ന് പറയുകയും പുതിയ കാവിലെ പുതിയ ഭഗവതി എന്ന് പറയുകയും ചെയ്യുന്നത്. പുതിയ ഭഗവതി എന്നാൽ ഭദ്രകാളിയാണ്. ഇങ്ങനെയുള്ള ഈ ദേവചൈതന്യത്തിൽ കുടികൊള്ളുന്ന ദേവചൈതന്യത്തെ കൃത്യമായ ആരാധനകൾ ചെയ്തു വരികയാണെങ്കിൽ നമ്മൾ സാധാരണ ഒരു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു, ചില കാര്യങ്ങൾ നടക്കുന്നു, ചില കാര്യങ്ങൾ നടക്കില്ലായിരിക്കാം, പല രീതിക്കുമാണ്. അതേസമയം ബിംബോപാധിയിൽ കുടികൊള്ളുന്ന ഒരു ചൈതന്യത്തെ ജനങ്ങളിലേക്ക്, ഒരു മനുഷ്യ ശരീരത്തിലേക്ക് ആവാഹിച്ച് ആ മനുഷ്യനിലൂടെ ജനങ്ങളിലേക്ക് ആ ദേവതയുടെ ഇംഗിതങ്ങൾ അറിയിക്കുക എന്ന് പറയുന്നതാണ് കളിയാട്ടം. കളിയാട്ടം ഉത്തര കേരളത്തിലെ അല്ലെങ്കിൽ കോലത്ത് നാട്ടിലെ ദൈവീകമായ ഒരു അനുഷ്ഠാനമാണ്. 100% ദൈവീക അനുഷ്ഠാനമാണ് കളിയാട്ടം. അത് ഒരുപാട് വ്രതങ്ങളിലൂടെ 3 നേരം മൂലമന്ത്രം ജപിച്ച് പൂജ ചെയ്ത് പ്രത്യേകതരം ഭക്ഷണങ്ങൾ കഴിച്ച് ഒരുപാട് കാലത്തെ ഒരുപാട് ദിവസങ്ങളിൽ നിറഞ്ഞ ആരാധനയുടെ ഭാഗമായിട്ട് ആ ബിംബത്തിൽ കുടികൊള്ളുന്ന ദേവത എൻ്റെ ശരീരത്തിലേക്ക് വരണം എന്ന് പറഞ്ഞ് വരവിളിച്ച് ഒരു മനുഷ്യൻ ആ രൂപവിധാനങ്ങളും ആ വേഷവിധാനങ്ങളുമായിട്ട് വരവിളി നടത്തുന്ന സമയത്ത് ആ ദേവത ഈ വ്യക്തിയിലേക്ക് ആവേശിക്കുകയാണ്. അത് 100% അനുഷ്ഠാനമാണ്. പുതിയ ഭഗവതിയുടെ വൈഭവങ്ങൾ, പുതിയ ഭഗവതി എങ്ങനെയാണ് ജനങ്ങളെ കാക്കുന്നത്
പുതിയ ഭഗവതി എങ്ങനെയാണ് ജനങ്ങളിലേക്ക് അനുഗ്രഹം എത്തിക്കുന്നത് എന്നുള്ള വിഷയങ്ങളെല്ലാം ഒരു കളിയാട്ടം നടത്തുമ്പോഴാണ് നമുക്കത് കൃത്യമായിട്ട് അറിയാം. ഈ 9-ാം കണ്ഠം ശരീരമായിരിക്കുന്ന ഈ ഗാത്രക്ഷേത്രത്തിനകത്ത് എന്ന് പ്രതിഷ്ഠിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ, അല്ലേ അല്ലേ? അതേ പ്രകാരത്തിങ്ക് എന്താ ഇത്തളപൂർവം ആധാരമായിട്ടുള്ളതായ ഈ നാടിനും നഗരത്തിനും അല്ലേ നിങ്ങൾക്കും അങ്ങനെയല്ലേ ഇവിടെ ഏവർക്കും ഒരു തുണയായിട്ട് എങ്ങനെ ഇന്നത്തെ ഈ കളിയാട്ടത്തിൽ എത്രയോ ജനങ്ങളാണ് ഇവിടെ പൊട്ടിക്കരഞ്ഞ അമ്മയുടെ മുന്നിൽ പൊട്ടിക്കരഞ്ഞത്. അതുകൊണ്ട് അതൊരു വല്ലാത്ത അനുഭവമാണ്. ഇത് നമ്മൾ പുറത്തുനിന്ന് കാണുന്നൊരു സാധനമല്ല, അനുഭവിച്ചറിയേണ്ട ഒരു കാര്യമാണ് കളിയാട്ടം. അതുകൊണ്ട് തന്നെ ഈ ചിറ്റണ്ട ഭഗവതിയിലെ കളിയാട്ടം ഇന്നലെ ഇന്നുമായി നടന്ന കളിയാട്ടം അതിഗംഭീരമായിരുന്നു, വളരെ ജനകീയമായിരുന്നു. ഉറപ്പായിട്ടും അടുത്ത വർഷത്തെ കളിയാട്ടത്തിന് ഇപ്പോൾ വന്നതിൻ്റെ എത്രയോ ഇരട്ടി ജനങ്ങൾ വരുമെന്നുള്ളതും ഞങ്ങൾക്ക് ഉറപ്പാണ്. അതുകൊണ്ട് പുതിയ ഭഗവതി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, എല്ലാവരെയും കൂടെ നിൽക്കട്ടെ, എല്ലാവരെയും പ്രാണനായി നിങ്ങളുടെ കൂടെ നിൽക്കട്ടെ, എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമസ്തേ. മാതാവ് വന്ന് സുഹൃതം സ്വീകരിച്ചു. യാത്ര ചെയ്യുന്ന സമയത്ത് എന്നോട് ചോദിച്ചില്ല, എന്നോട് പറഞ്ഞില്ല, മുഖത്ത് നോക്കിയില്ല, എന്നിൽ പ്രകാശില്ലാത്ത പരിഭവങ്ങളൊന്നുമില്ലല്ലോ ആർക്കും. ഏവരോടും അടക്കമായിട്ടാണ് വിശേഷിക്കുന്നത് കേട്ടോ. ഇങ്ങനെ ദൈവത്തിന് ഇങ്ങനെ ഏവരോടുമാണ് അടക്കമായി വിശേഷിക്കുന്നത്. ഇപ്പോഴത്തെ നേരം മുതലേതുമായിട്ട് കൈലാസം മുൻപേതുമായിട്ട് പറഞ്ഞിരിക്കാതെ കൊണ്ട് മാർഗം കൊടുത്തു പുറത്തു പോകും. വാഴുക.